സരിക നമ്മളെ മിക്കവാറും നമ്മളെ കാണുന്നത് ഓണക്കാലത്താ അല്ലേ? ഞാനത് പറയാൻ നിൽക്കുക. നമ്മള് കഴിഞ്ഞ കൊല്ലം കണ്ടത്. ഇപ്പൊ ഞാൻ ഫ്ലവേഴ്സ് ഓണം ടോക്ക് ഷോ ആർട്ടിസ്റ്റായി അല്ലേ? അപ്പൊ അതിന് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വേണം. ഒരു കൊല്ലം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആണ് സാറിന്റെ കൂടെ ഒറ്റ മണിക്കൂർ സൂപ്പർ തള്ള്. ആ തള്ളിനൊരു കൈയടി. തള്ളുന്നെങ്കിൽ സാജ ഇങ്ങനെ തള്ളണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഗായികമാരുടെ ശബ്ദം ആയിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, സ്കിറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലാണല്ലോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോ നമ്മളെ കയ്യിൽ ഐറ്റംസ് ഒന്നുമില്ല, എല്ലാം തീർന്ന്. അപ്പൊ പക്ഷെ ഒരു ഇല്ല, അത് തവലയും മറ്റേ ജാനകിയും ഒക്കെ എല്ലാരും ചീത്ത വിളിയാണ്. എടുത്ത് അടിക്കുന്നു പറഞ്ഞാണ് വീട്ടിൽ വിടുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരിൽ സരിക്ക് ഏറ്റവും വെല്ലുവിളി ആരാണ്? ഈ ഷൈജു അടിമാലിയാണോ? അല്ല, അത്ര റേഞ്ചിൽ ഞാൻ പാടുന്നില്ല. ഞാൻ എന്റെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പാട്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇനി അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം സാറ് കാരണം കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഗംഭീരമായിട്ട് സാറ് കാരണമാണ് ഒരു വർഷം ജീവിച്ചത്. അതെങ്ങനെ പറ്റി? സാറിന്റെ 24-ൽ ഞാൻ ഒരു വിൽക്കലാമേളനെ പറ്റി സാറാണ് സാറിന്റെ പ്രമോ ആണ് ഞങ്ങൾ ഈ ഉത്സവ കമ്മിറ്റിക്കാർക്ക് ഒത്തയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഒരു ശ്രീകണ്ഠൻ നായരൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ പറഞ്ഞിട്ട് സാറിന്റെ ബാനറിലാണ് ഇപ്പൊ ഞങ്ങൾ ഒരു വർഷമായിട്ട് പ്രോഗ്രാം. എല്ലാവരോടുമായിട്ട് പറയാ, അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വല്ല ഇൻട്രൊഡക്ഷൻ ആവശ്യം വരുമ്പോൾ 24 കേട്ടോ. ഓക്കെ, ഈ കഴിഞ്ഞ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്ന് അറിയോ? ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ ഇങ്ങനെ വളരെ കുറവാണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇൻസ്റ്റയിലൊന്നും എന്നെ അങ്ങനെ കണ്ടു കാണത്തില്ല. ഫ്ലവേഴ്സ് ഒരു കൂടി ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതിൻ്റെ മ്യൂസിക്കൊക്കെ വരുന്നു, ഓപ്പണിംഗ് മൊണ്ടാഷിൻ്റെ മ്യൂസിക്കൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ശബ്ദം വരുമ്പോൾ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞ് ചിരിക്കുക. ആ കുഞ്ഞിന്റെ അത്രയും ചിരിയുടെ ഐശ്വര്യമുള്ള ചിരിയെ ഈ അടുത്ത കാലത്ത് കണ്ടില്ല. എൻ്റെ ശബ്ദം കേട്ട് ചിരിച്ചോണ്ടല്ല, ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്താ നമുക്ക് അറിയത്തില്ല. ഞാൻ എന്നിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യണോ വേണ്ടത്, തള്ളായിട്ടാണല്ലോ എടുക്കുമല്ലോ, അതുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നും ഞാൻ രാത്രി കിടക്കും. ഇനി നാളെ ഇതങ്ങ് കൊടുത്താലോ. പിന്നെ ഞാൻ എനിക്ക് അത് ആൾക്കാർ ചിലപ്പോൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യും, ദുർവ്യാഖ്യാനം ചെയ്യും, നമ്മുടെ സാജൻ പള്ളുരുത്തി പോലെ എന്ന് ഞാൻ കരുതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ അങ്ങ് തീരുമാനിച്ചു, ടെലികാസ്റ്റ് ചെയ്തു. ലോകത്തിലേക്ക് ഏറ്റവും ഐശ്വര്യമുള്ള ഒരു ചിരിയാണ് ഈ കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞിട്ട്. കാരണം അത് എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങളുടെ ചിരിയാണല്ലോ ഏറ്റവും ഐശ്വര്യമുള്ള സംഭവം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സരിക, അപ്പോൾ അതാണ് എന്നെ ഈ വർഷം ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. ദുഃഖിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ചൂരൽമല, മുണ്ടക്കൈ, വയനാട് ആ ഏരിയയാണ് ദുഃഖിപ്പിക്കുന്നത്. അപ്പോൾ സന്തോഷം നമ്മൾ ഇന്ന് ചോദിക്കുന്നുള്ളൂ. കാര്യം നമുക്ക് ദുഃഖം പങ്കിടാൻ നമുക്കിനി ഔട്ടവും ചതയും കുറേ ദിവസങ്ങൾ വരുന്നുണ്ട്. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ് ഇനി അഭിമാനിക്കാമല്ലോ എന്ന് എന്നോട് പറഞ്ഞു. എന്താ കാര്യം? സുമേഷേ, ഒരു സിനിമാ നടന്റെ കൂടെ സിനിമ അഭിനയിച്ചല്ലേ ഈ ഇടക്ക്. അപ്പൊ ഒരു സിനിമാ നടന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞല്ലോ. ഏത് സിനിമയിലാ സുമേഷ് പറഞ്ഞോ? എന്നോട് പറഞ്ഞാണ്. ഞാൻ അങ്ങനെ സംഭവിച്ചിട്ട് അഭിമാനം തന്നെയാണ്. ഞാൻ പറഞ്ഞു അതിന്റെ പേരിൽ ഇന്നൊരു ഉദ്ഘാടനത്തിനും പോയി. ഡോറിൽ മുട്ടി വേണം കയറാൻ. അപ്പൊ ഡോറിൽ ഇവൻ മുട്ടൂല എന്നും പറഞ്ഞ് ഡോറിൽ ഓണർ മുട്ടിയാൽ മതി. ഡോറിന് ഭയങ്കര മാർക്കറ്റാ. ഇന്നൊരു ഉദ്ഘാടനം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, ഗ്ലാസ് വെച്ചോ, അതാ ഐശ്വര്യം. നമുക്കങ്ങ് തുടങ്ങിയാലോ? ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ വിൽക്കലാമേള ചെയ്യുന്നതിന് കുറച്ച് മാസമായിട്ട് എനിക്ക് ശബ്ദം സ്ക്രാച്ച് ആയിട്ട് ഇരിക്കുകയാണ്. ശബ്ദം പോയോ? അതായത് അത് കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇറങ്ങി എന്ന് പറഞ്ഞാലോ? മാർഗഴിയിൽ പൂത്തുലഞ്ഞ മല്ലിക ഞാൻ മാധവി, മലരമൻ ചന്തമാർന്ന മാതക മോഹിനി. മാർഗഴിയിൽ പൂത്തുലഞ്ഞ മല്ലിക ഞാൻ മാധവി, മലരമൻ ചന്തമാർന്ന മാതക മോഹിനി. വള്ളിത്തിരുമണ കഥയാടും വൈകാശി പനിമഴയിൽ, വള്ളിത്തിരുമണ കഥയാടും വൈകാശി പനിമഴയിൽ. അലോലമാടുകയായി തകജനു തകതാളം, അലോലമാടുകയായി മൃദുപദജതി മേളം. അലോലമാടുകയായി തകജനു തകതാളം, അലോലമാടുകയായി മൃദുപദജതി മേളം. മാർഗഴിയിൽ പൂത്തുലഞ്ഞ മല്ലിക ഞാൻ മാധവി, മലരമൻ ചന്തമാർന്ന മാതക മോഹിനി. സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. ഇതാണ് പുതിയ പരിപാടി. അല്ല, ഇത് കഴിഞ്ഞിട്ട് കോവലൻ മരിച്ചു കിടക്കുന്നിടത്തേക്ക് കണ്ണകി പോകുന്നൊരു സീനുണ്ട്. കോവലനായിട്ട് ഷൈജു അടിമലി അല്ല, ഒരു ഡയലോഗ് പറഞ്ഞാൽ കൊള്ളാം. അപ്പൊ ഞാൻ എന്തിനാ ഇവിടേക്ക് വന്നേന്ന് ചോദിക്കണം. അത് ബിനു അടിമലി അത് ചോദിക്കാം. അങ്ങനെയൊക്കെ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയാളി ബിനു. അല്ല, സാറ് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. സാറ് തന്നെ ഞാൻ തന്നെ ചോദിക്കാം. അപ്പൊ ആരാന്ന് ചോദിക്കും, ഞാൻ കണ്ണയ്യാന്ന് പറയും. ഞാൻ പറയും. അപ്പൊ സാർ എന്റെ അടുത്ത് പറയണം, കൊല ചെയ്യാന്നുള്ളത് രാജനീതിയാന്ന് പറയും. അത്രയും കൊല ചെയ്യാന്നുള്ളത് രാജനീതിയാണ്. അവിടെ സിമ്പിൾ അവിടെ സിമ്പിൾ. സാറ് വിചാരിക്കൊരു പരിപാടിക്ക് വിളിക്കുക.
അല്ല എന്നെ കൂടെ വിളിക്കും അപ്പൊ അപ്പൊ ഞാൻ നമുക്കേ വരും. ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ സാറും വരും ഫോട്ടോ ഞാൻ വെക്കും. തീർച്ചയായിട്ടും മ്യൂസിക്. ആരാണ് നീ? നീതിന്യായ ബോധം തൊട്ടു തീണ്ടാത്ത മഹാരാജാവേ, എന്തിന് നീ ഇവിടെ വന്നു? മധുരാപുരിയിൽ എന്റെ ചിലമ്പുകളിൽ ഒന്ന് വിൽക്കാൻ കൊണ്ടുവന്ന കോവലനെ തല കൊയ്തെറിഞ്ഞില്ലേ? ആ കോവലന്റെ ധർമ്മപത്നിയായ കണ്ണകിയാണ് ഞാൻ. മറ്റേ ഡയലോഗ് പറഞ്ഞില്ലല്ലോ. രാജനീതി മറന്നുപോയി. കള്ളനെ കൊല ചെയ്യാന്നുള്ളത് രാജനീതിയാണ്. ആ ഓക്കെ. ഇതുവരെ സാറ് പേടിച്ച് ഡയലോഗ് മറന്നുപോയി. ഞാനേ Original. യൂസഫേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാറെന്നെ പറഞ്ഞ കള്ളനെ കൊല ചെയ്യുക എന്നത് രാജനീതിയാണ്. റെഡി. സാറെന്നെ പറഞ്ഞ വിട്ട് നന്നായി, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? കണ്ണകിയാണ് ഞാൻ. കള്ളനെ കൊല ചെയ്യുക എന്നത് രാജനീതിയാണ് കണ്ണകി. ചിലമ്പ് കട്ടെന്ന കുറ്റം ചുമത്തി മഹാരാജാവ് തല കൊയ്തെറിഞ്ഞ എന്റെ കോവലൻ കള്ളനല്ല. എന്റെ കോവലൻ കള്ളനല്ല. എന്റെ കോവലൻ കള്ളനല്ല. ഭൂമി ദേവിയെ സാക്ഷി നിർത്തി, ഈ കൂടി നിൽക്കുന്ന ജനസാഗരത്തെ സാക്ഷി നിർത്തി ഈ കണ്ണകി പറയുന്നു, കോവലനില്ലെങ്കിൽ കണ്ണകിയില്ല. കോവലനില്ലെങ്കിൽ കണ്ണകിയില്ല. കോവലനില്ലെങ്കിൽ കണ്ണകിയില്ല. ഞാനിതാ എന്റെ ജീവിതം ഇവിടുത്തെ അവസാനിപ്പിക്കുകയാണ്. സൂപ്പർ. റിലാക്സ് റിലാക്സ് റിലാക്സ്. സൂപ്പർ ആയിരുന്നു. എനിക്ക് കാറ്റ് മാത്രമേ ഉണ്ടാവൂ. സൂപ്പർ ആയി കേട്ടോ. ഇതുപോലത്തെ പരിപാടിയുമായിട്ട് വേണം നമ്മൾ ഇനി പോകാൻ. 10 പൈസ സംഘാടന കുറക്കത്തുമില്ല, ഇരുട്ടി തരികയും ചെയ്യും പേടിച്ചിട്ട്. സൂപ്പർ ആയി. അല്ല പൈസ കുറക്കത്തില്ല. താങ്ക് യു സർ, താങ്ക് യു. യൂസഫേ, സാറേ, ആ. ഏയ് പക്ഷേ ഇവരൊക്കെ പോയി ഇത് വില്ലടിച്ചാൻ പാട്ട്, പക്ഷേ ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ളടിച്ചാൻ പാട്ടായി പോകും. അതിന്റെ ഒരു കുഴപ്പമുണ്ട്. അല്ല എന്തായാലും പക്ഷേ വരിക. എല്ലായിടത്തും പോകേണ്ടി വരും. ഇനി കുറച്ചു നേരത്തേക്ക് ശബ്ദം ദുരുപയോഗപ്പെടുത്തണ്ട. അതെ, ഓക്കേ. നമുക്കറിയാം. താങ്ക് യു. പക്ഷേ ഇത് മെനക്കേടാവും സാർ, എല്ലാ സ്റ്റേജിലും പോകേണ്ടി വരും കേട്ടോ സാറേ. അല്ല ഇത് ഞാൻ ഈ ജോഡി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് സാറ് മാത്രല്ല ഞാനത് റെക്കോർഡ് ചെയ്ത് കൊടുക്കും. സരിക, യൂസഫേ, കറക്റ്റ് ഡയലോഗാണ്. ആ. കള്ളനെ കൊല ചെയ്യുക എന്നത് രാജനീതിയാണ്. കള്ളനെ 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 കൊല യൂസഫ്, once more. രാജനീതിയാണ്. യൂസഫ്, once more. കള്ളനെ കൊല ചെയ്യുക എന്നത് രാജനീതിയാണ്. കള്ളനെ കൊല ചെയ്യുന്നത് രാജനീതിയാണ്. Sit down, sit down, sit down. Relax. Okay, ready. ഇത് കണ്ടല്ലോ ആ. സാർ ഗംഭീരമായിട്ട് ചെയ്തു. ഇവൻ ചെയ്തത് കണ്ടല്ലോ, ഇതുകൊണ്ടാണ് ഇവന് സിനിമ കുറഞ്ഞു പോകുന്നത്. ഈ പറഞ്ഞ ആൾക്കാർക്ക് സിനിമ കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. എനിക്ക് സിനിമ വേണ്ട, രാജ, എനിക്ക് സിനിമ രാജ. വേണ്ട. അതിന്റെ വ്യത്യാസം ഇൻസൾട്ടിക്ക് പറ്റത്തില്ല. ആ, ആഹാ. സാറേ, ഇവര് പഴയ ചൊരുക്കുകളൊക്കെ രാജ. സാറേ, ഈ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത നുണക്കുഴിയിൽ നുണക്കുഴി. ഞാനൊരു നല്ലൊരു വേഷം ചെയ്താണ്. നുണക്കുഴിയായിട്ടാണോ വേഷം? അല്ല അല്ല, കുഴിയായിട്ടല്ല, അല്ല. ഒരു കഥാപാത്രം. നന്നായി. പക്ഷേ പലരും ആ സിനിമ കണ്ടിട്ടില്ല. തുടങ്ങി 5 മിനിറ്റിന് ശേഷമാണ് കണ്ടത്. ആദ്യത്തെ 5 മിനിറ്റ് ആയിരുന്നു. ഞാൻ അതിനൊരു വിഷമമുണ്ട്. കട്ടംപിടുത്തക്കാരനാണോ? അതെ, അതെ. കട്ടംപിടുത്തക്കാരനാണ്. യൂസഫിന്റെ സെയിം അനുഭവം ഉണ്ടായിരുന്നു, കുടുംബശ്രീയും കുഞ്ഞാടും. അല്ല രാജ, താങ്കൾ പറഞ്ഞതിന് തിരുത്ത്. ഞാൻ അവതരിപ്പിച്ചപ്പോ പ്രസന്ററായി, അദ്ദേഹം അഭിനയിച്ചപ്പോ അഭിനേതാവായി. കൈയടിച്ചോളൂ കാരിശ്ശേരി യൂസഫിന്. മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്.